അപ്പം 2/3 ഭൂരിപക്ഷത്തിൽ കൃത്യമായി ഭരണത്തിൽ വരും. മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് താരിഖ് റഹ്മാൻ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന്. ചൈനയും കടത്തിവെട്ടിക്കൊണ്ട് ലോകത്തെ 1-ാം നമ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിങ് അത് ആയി മാറാൻ പോവുകയാണ് ബംഗ്ലാദേശ്. മാറാൻ സാധിക്കും. പക്ഷേ ഇത് റോ മെറ്റീരിയൽസ് ഹാവ് ടു കം ഫ്രം ദ നെയ്ബറിങ് ഇന്ത്യ. ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് യഥാർത്ഥത്തിൽ ചൈനയെ പ്രകോപിപ്പിച്ചത്. 1959 ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയപ്പോൾ പല പുരികങ്ങളും ചൊളിയുന്നു. അതുവരെ നല്ല ബന്ധമുണ്ടായിരുന്ന ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ദക്ഷിണേഷ്യയിലെ 3 രാജ്യങ്ങൾ വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്. അമേരിക്ക ആവുമോ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടത്തെ യഥാർത്ഥത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്ത്, പ്രത്യേകിച്ചും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ BNP ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ്. BNPയെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചത് താരിഖ് റഹ്മാനും. BNPയെയും ഒപ്പം തന്നെ താരിഖ് റഹ്മാനെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി തുടരുമെന്നും അതിനുവേണ്ട എല്ലാ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പിലൂടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെയും കുറിച്ച് സംസാരിക്കുകയാണെന്ന് ടോക്കിംഗ് പോയിന്റ് നമ്മോടൊപ്പം ചേരുകയാണ് വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് സർ ഇപ്പോൾ ഈ ബംഗ്ലാദേശിലൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപുള്ള സാഹചര്യം നമുക്കറിയാം. ഇടക്കാല സർക്കാർ വന്നപ്പോഴും അതിന് നേതൃത്വം നൽകിയ മുഹമ്മദ് യൂനിസും അദ്ദേഹം സ്വീകരിച്ച നിലപാടും ഒക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാക്കിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ BNP നേടിയ വിജയവും താരിഖ് റഹ്മാൻ്റെ ക്യാരക്ടറും ചരിത്രവും ഒക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ക്രൂഷ്യലാണ് ബംഗ്ലാദേശിൽ നടന്ന ഈ പൊതു തെരഞ്ഞെടുപ്പ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അതുമാത്രമല്ല എൻറ്റയർ സദൺ ഏഷ്യൻ കോണ്ടിനെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി, 1-2 വർഷമായി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ജനിതക ഘടന തന്നെ മാറിമറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 18 മാസമായി, അതായത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ ഒരു ജനകീയ പ്രതിഷേധം, ജൻസി പ്രക്ഷോഭം എന്നൊക്കെ പറയാം. അതിനുശേഷം ബംഗ്ലാദേശിൽ നിലവിൽ വന്ന ഇടക്കാല സർക്കാർ, നേരത്തെ സൂചിപ്പിച്ച പോലെ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വന്നു. ഇപ്പോൾ വലിയ പ്രതീക്ഷയാണ് ആദ്യം ഉണ്ടായത്. കാരണം അദ്ദേഹം നൊബേൽ ലോറിയറ്റാണ്, ഈ മൈക്രോ ഫൈനാൻസ് രംഗത്തെ ഒരു അതികായനാണ്. അപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു നീക്കമാണ് ഈ ഒരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ താറുമാറായി കിടന്ന ഒരു വ്യവസ്ഥിതിയിൽ ഒരു രക്ഷകൻ വന്നിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനാവാത്ത ഒരു അന്തരീക്ഷമുണ്ടായി. ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ പ്രേരണ അതിന് പിന്നിലുണ്ടായി. പ്രക്ഷോഭത്തിലേക്ക് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഡർ നുഴഞ്ഞു കയറുകയായിരുന്നു. ജൻസി പ്രക്ഷോഭമായിട്ട് തുടങ്ങിയതാണ്. അത് BNP ഒന്നുമല്ല, പ്രതിപക്ഷത്ത് ഉണ്ടായിരുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഒന്നുമല്ല അതിന് പിന്നിൽ നിന്നത്. വെറും ജൈവികമായി ഉണ്ടായതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ബംഗ്ലാദേശ് ഫ്രീഡം മൂവ്മെൻറ്റിൽ പങ്കെടുത്തവർക്ക് വേണ്ടി പ്രത്യേക റിസർവേഷൻ നൽകുന്ന ആ ഒരു സ്കീം അത് അപ്ഹോൾഡ് ചെയ്ത കോടതി വിധിക്കെതിരെ വന്ന പ്രതിഷേധമാണ്. അതിനൊരു പൊളിറ്റിക്കൽ ഓവർച്യൂസ് വരുന്നു, ഒരു ഗ്ലോബൽ ഒരു അറ്റൻഷൻ നേടുന്നു. അങ്ങനെ വന്ന ഒരു മാറ്റം, ഭരണമാറ്റം. അതിനുശേഷം 18 വർഷം ഈ മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ആ കാലഘട്ടത്തിൽ അന്നുള്ള എല്ലാ പാർട്ടികളും, അതായത് ജമാഅത്തെ ഇസ്ലാമി 18 മാസം നീണ്ടു നിന്നത്. അത് ഇടക്കാല സർക്കാരായിരുന്നല്ലോ. ഇടക്കാല സർക്കാരിൻ്റെ ഉപദേശകൻ മാത്രമായിരുന്നു മുഹമ്മദ് യൂനിസ്. ആ സമയത്ത് മുഴുവൻ തന്നെ ഒന്ന് ബംഗ്ലാദേശിലെ പ്രധാന കക്ഷിയായ അവാമി ലീഗിനെ അവർ ബാൻ ചെയ്തു. അത് അവാമി ലീഗ് മുൻകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവാമി ലീഗിനെ ബാൻ ചെയ്തു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പ്രവാസത്തിൽ പോയി. അപ്പം അവാമി ലീഗ് പങ്കെടുക്കാത്ത ഒരു തിരഞ്ഞെടുപ്പ്. പിന്നെ അവശേഷിക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, അതായത് സിയാവുർ റഹ്മാൻ തുടങ്ങിയ പാർട്ടി. സിയാവുർ റഹ്മാൻ പ്രസിഡൻ്റായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബീഗം ഖാലിദ സിയ നേതൃത്വം നൽകി പല പ്രാവശ്യം പ്രധാനമന്ത്രിയായി ഇരുന്നതാണ്. അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരു നേതൃത്വം അതിനുണ്ട്. പക്ഷേ കഴിഞ്ഞ 17 വർഷമായി BNPയുടെ നേതാവ്, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവും പ്രധാനമന്ത്രിയുടെ മകനും ഒക്കെയായ താരിഖ് റഹ്മാൻ ബ്രിട്ടനിൽ, ലണ്ടനിൽ പ്രവാസത്തിലായിരുന്നു. കാരണം ഒരുപാട് കേസുകൾ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകൾ, അഴിമതി ആരോപണങ്ങളെല്ലാം വന്നു. സ്വാഭാവികമാണ്, ബംഗ്ലാദേശ് രാഷ്ട്രീയം അങ്ങനെയാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും അങ്ങനെ തന്നെ. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഒരേ DNA ആണ്. കാരണം ഭരണത്തിലിരിക്കുന്ന കക്ഷി, മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ ആളുകളെ അവർ മുൻ ഭരണത്തിലിരുന്നതിൻ്റെ സമയത്ത് അഴിമതി ആരോപണങ്ങളിലൊക്കെ കുടുക്കി വെക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ
പ്രവാസത്തിലായിരുന്ന റഹ്മാൻ, താരിഖ് റഹ്മാൻ തിരികെ എത്തുന്നു. നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഖലിദ സിയ മരണപ്പെടുന്നു. അത് മുതൽ വൻപൻ പ്രചരണമാണ്. അത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ഒരു വശത്ത്, മറുപക്ഷത്ത് പ്രധാനപ്പെട്ട എല്ലാ മറ്റ് കക്ഷികളും കൂടെ ചേർന്നൊരു മുന്നണി ഉണ്ടാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അതിലെ മുഖ്യ ഘടകമാണ്. ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം ഒരു മതരാഷ്ട്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കക്ഷിയാണ്. ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തിന് പോലും എതിര് നിന്ന ഒരു സംവിധാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പാക് അനുകൂല പാക് പക്ഷപാതികളെന്ന് വേണമെങ്കിൽ പറയാം. അവരോടൊപ്പം തന്നെ പുതിയതായി രൂപീകരിച്ച ജൻസി പ്രക്ഷോഭകരുടെ പാർട്ടി എന്ന രീതിയിൽ രൂപീകരിച്ച നാഷണൽ സിറ്റിസൻസ് പാർട്ടി അതാണ് രണ്ടാമത്തെ വലിയ ഘടകം. കൊച്ചു പാർട്ടികൾ, 11 പാർട്ടികൾ, ഇങ്ങനെ രണ്ട് മുന്നണികളായി നിന്നാണ് മത്സരം നടന്നത്. ഇപ്പം രണ്ടുപേരും ഇന്ത്യ വിരുദ്ധതയാണ് പ്രചരണത്തിന് വേണ്ടി പ്രധാനമായി ഉപയോഗിച്ചത്. പക്ഷേ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് ഒരു ക്രെഡൻഷ്യലുണ്ട്, ക്രെഡിബിലിറ്റി ഉണ്ട്. മുൻ ഭരണത്തിലിരുന്നൊരു പാർട്ടിയാണ്, അൺടെസ്റ്റഡ് അല്ല, ടെസ്റ്റഡ് ആണ്. അപ്പം ബംഗ്ലാദേശിലെ ജനത നല്ലൊരു മാൻഡേറ്റാണ് കൊടുത്തത്. അതാണ് 300 അംഗ പാർലമെൻറ്റാണ്, പ്ലസ് 50 പേരെ പ്രപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച് പിന്നീട് തിരഞ്ഞെടുക്കും. അങ്ങനെ 350 അംഗ പാർലമെൻറ്റ്. തിരഞ്ഞെടുപ്പ് നടന്നത് 300 സീറ്റിലേക്കാണ്. അതിൽ തന്നെ ഒരു സീറ്റ് ഒരാൾ ഒരു സ്ഥാനാർത്ഥി മരണപ്പെട്ടതുകൊണ്ട് മാറ്റിവെച്ചു. 299 സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫലസൂചന അനുസരിച്ച് ഇപ്പോഴും പൂർണ്ണമായി ഇത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പോലും പൂർണ്ണ ഫലപ്രഖ്യാപനം ഔപചാരികമായി നടന്നിട്ടില്ല. എങ്കിലും പ്രൊജക്റ്റഡ് ഫിഗർ അനുസരിച്ച് ഏതാണ്ട് 210-നും 220-നും ഇടയ്ക്ക് സീറ്റുകൾ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP നേടുന്നു. അപ്പം 3-2 ഭൂരിപക്ഷത്തിൽ കൃത്യമായി ഭരണത്തിൽ വരും. മുൻകൂട്ടി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് താരിഖ് റഹ്മാൻ ആയിരിക്കും പ്രധാനമന്ത്രി എന്ന്. അപ്പോൾ അതിൽ മാറ്റമൊന്നുമില്ല. മറുപക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമിക്ക് ലഭിച്ചിരിക്കുന്നത്, ഇപ്പോഴത്തെ കണക്ക് ലഭിച്ചിരിക്കുന്നത് 70-നോട് അടുപ്പിച്ച സീറ്റുകളാണ്. ഒരു 5 സീറ്റ് നാഷണൽ സിറ്റിസൻസ് പാർട്ടിക്കും ലഭിച്ചു. അപ്പം ഒരു 3-2 ഭൂരിപക്ഷം കംഫർട്ടബിളാണ്. അവിടെയാണ് റിഫോംസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട എലമെൻറ്റ്, അതായത് ബംഗ്ലാദേശ് ഭരണഘടനയുടെ വ്യാപകമായ അഴിച്ചുപണി, അതാണ് റിഫോം, ജൂലൈ റിഫോംസ് എന്നാണ് പറയുക. അതിൽ 84 ഇനങ്ങളുണ്ട്, 84 ഐറ്റംസാണ്. അതായത് അതിൽ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിമാർ 2 ടേമിൽ കൂടുതൽ അധികാരത്തിൽ ഇരിക്കരുത്, അവർ അയോഗ്യരാക്കപ്പെടും, 1 ടേം 2 ടേം മാത്രം. അതുപോലെ ഈ മറ്റ് പല നിബന്ധനകളും ഉണ്ട്. പ്രസിഡൻറ്റിൻ്റെ പദവി കുറച്ചുകൂടി പവർഫുള്ളാക്കുന്നു, പ്രധാനമന്ത്രി ഏകാധിപത്യ പ്രവണത ഒഴിവാക്കാനുള്ള ഘടനാപരമായ സവിശേഷതകൾ, അങ്ങനെയൊക്കെ 84 റിഫോംസ്. ആ റിഫോംസ് ഉൾപ്പെടെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ചുമതല പുതിയ ഗവൺമെൻറ്റിനാണ്. ഇപ്പോൾ അതൊരു മാൻഡേറ്റ്, ഒരു റെഫറൻഡം കൂടിയാണ് നടന്നത്. അപ്പോൾ അതിനനുകൂലമായ വിധി ലഭിച്ചാൽ തീർച്ചയായും അത് മുന്നോട്ട് പോകും. അവിടെയാണ് വൺ ആൻഡ് ഓൺലി ഫാക്ടർ, അത് ഇന്ത്യയാണ്. കാരണം ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരാനാവുമോ? ബംഗ്ലാദേശിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് വിചാരണ ചെയ്യണമെന്ന മുറവിളിയുണ്ട്. അത് ഏറ്റവും കൂടുതൽ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. BNP പറഞ്ഞിരുന്നു, ഇപ്പോൾ അവർ ഭരണത്തിലാണ്. അപ്പം അവർക്കറിയാം ഇന്ത്യയോട് ചോദിച്ചാൽ വിട്ടുതരില്ല. നേരത്തെ ചോദിച്ചതാണല്ലോ, മുഹമ്മദ് യൂനുസ് ചോദിച്ചതാണ്, വിട്ടുതരാമോ? അതുമാത്രമല്ല കോടതി വിധിയുണ്ട്, അറസ്റ്റ് വാറൻ്റ് ഉണ്ട്, കോടതി വിധിയുണ്ട്, തൂക്കിക്കൊല്ലാനാണ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം തേടിയ ആളെ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്ത് അവിടെ കൊലമരത്തിലേക്ക് നയിക്കാൻ ഇന്ത്യ തയ്യാറാവില്ല എന്ന് ഇത് കുഞ്ഞിനും അറിയാം. അങ്ങനെയെങ്കിൽ അതൊരു തർക്ക വിഷയം തന്നെയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്താൻ പോവുകയാണ്. ഇനി അത് ഉറപ്പായി പറയാൻ സാധിക്കും, പുതിയ ഗവൺമെൻറ്റിന് 1-ാം ദിവസം മുതൽ വലിയ ഹോട്ട് സീറ്റിലായിരിക്കും അവരിയ്ക്കുന്നത്. കാരണം നിരന്തരമായ സമ്മർദ്ദം ഉണ്ടാകും. കൊണ്ടുവരൂ, 2 കൂട്ടരും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സമ്മർദ്ദപ്പെടുത്തി കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുവരാനാവില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയോട് ബന്ധപ്പെടുന്നത്? അവിടെയാണ് നേരത്തെ ഇവിടെ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാസ്റ്റർ സ്ട്രോക്കിലൂടെ ആര് ജയിച്ചാലും ശരി, ഇന്ത്യ ബംഗ്ലാദേശ് ജനതയുമായി ഐക്യദാർഢ്യമുള്ള രാജ്യമാണ് ഭാരതം. ഹൂവർ ദേ സെലക്ട് ഈസ് ആക്സെപ്റ്റബിൾ ടു ഇന്ത്യ. അതുകൊണ്ടാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പുതിയ പാർട്ടിയുടെ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. താരിഖ് റഹ്മാനോട് പറഞ്ഞിരിക്കുന്നു, കൺഗ്രാജുലേഷൻസ്, ഇന്ത്യ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് ക്ലോസ്ലി വിത്ത് ബംഗ്ലാദേശ് ലീഡർഷിപ്പ്. അതാണ്. അത് മാത്രമല്ല ഖലിദ സിയ മരിച്ചപ്പോൾ കഴിഞ്ഞ മാസം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ധാക്ക സന്ദർശിച്ചു, ഖബറടക്കത്തിൽ പങ്കെടുത്തു. അപ്പോൾ അതെല്ലാം തന്നെ തീർച്ചയായും ഇന്ത്യ ബംഗ്ലാദേശിനോട് ഒരു ശത്രുതാ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതിൻ്റെ സൂചനകളായി കാണാം. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഈ ജൻസി പ്രക്ഷോഭത്തിന് ഇടയിലേക്ക് നുഴഞ്ഞു കയറിയ കുറേയേറെ ശക്തികൾ, അതാണ് ഇന്ത്യ വിരുദ്ധത അവിടെ കൂടുതൽ വ്യാപകമാക്കിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിരീക്ഷണങ്ങളും ശക്തമാണ്. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇടപെടൽ അവിടെ വളരെ ശ്രദ്ധേയമായിരുന്നു. ആ ഇടപെടൽ
പലപ്പോഴും അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ മാസക്കറിലേക്ക്, കൂട്ടക്കൊലയിലേക്ക് പോലും നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം അവിടെ നടന്നു. അതിനെതിരെ ലോകമെമ്പാടും ശക്തമായ പ്രതിഷേധമുണ്ടായി. അപ്പോൾ ആ ഒരു ശക്തി അവിടെ ഉള്ളിടത്തോളം എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് അവരുമായിട്ടൊരു നല്ലൊരു ബന്ധത്തിലേക്ക് പോകാൻ സാധിക്കുമായില്ല. പക്ഷേ ഇപ്പോൾ മറ്റൊരു BNP വന്നത് ഈ ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കും എന്നാണോ അങ്ങ് കരുതുന്നത്? അങ്ങനെയാണ്. ഈ കൂടുതൽ ശക്തമെന്ന് പറയാനാവില്ല. എങ്കിലും മോശമല്ലാത്ത അവസ്ഥ മാറും. അവാമി ലീഗ് എപ്പോഴും ഇന്ത്യ പക്ഷപാതിയായ രാഷ്ട്രീയ കക്ഷിയായിട്ടാണ് ബംഗ്ലാദേശ് ജനത കണ്ടിരുന്നത്. അവാമി ലീഗ് അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഒന്നുകിൽ മുജിബുർ റഹ്മാൻ എന്ന ബംഗ്ലാദേശിൻ്റെ ബംഗബന്ധു അല്ലേ, ആദ്യത്തെ മുഖ്യ രാഷ്ട്രീയ മുഖം, പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൾ ഷെയ്ഖ് ഹസീന, എപ്പോഴെല്ലാം അവാമി ലീഗ് ഭരണപക്ഷത്തായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇന്ത്യയുമായി നല്ല ചങ്ങാത്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ കൈയച്ച് ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടുമുണ്ട്. പ്രത്യേകിച്ച് നാച്ചുറൽ കലാമിറ്റീസ് എപ്പോഴും വരുന്നതാണ്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വരുമ്പോൾ ആദ്യം ഓടിയെത്തേണ്ടത് ഇന്ത്യയാണ്. അമേരിക്ക സഹായം കൊണ്ട് വരുന്നതിന് വളരെ മുമ്പ് ഇന്ത്യക്ക് എത്താൻ കഴിയും. വ്യാപാര ബന്ധം, പരുത്തി, ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ കയറ്റുമതി എന്ന് പറയുന്നത് പരുത്തിയാണ്. പരുത്തിയല്ല, പരുത്തി വസ്ത്രങ്ങൾ, ടെക്സ്റ്റൈൽ, കോട്ടൺ ആൻഡ് അതർ ടെക്സ്റ്റൈൽസ്. അതിന് ലോകത്തെ രണ്ടാമത്തെ വലിയ കയറ്റുമതിക്കാരാണ്. ഇനിയിപ്പോൾ അമേരിക്ക ടാരിഫ് പൂർണ്ണമായി ഒഴിവാക്കി കൊടുത്തു. ബംഗ്ലാദേശ് കയറ്റുമതിക്കാർക്ക് ടാരിഫ്, 0 ടാരിഫ്. ഇന്ത്യക്ക് ഇപ്പോഴും 18% ഉണ്ടെന്ന് ഓർക്കണം. റിവൈസ് ടാരിഫ് 18% ഉണ്ട്. അതുകൊണ്ട് ബംഗ്ലാദേശാണ് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തേണ്ടത്. ബംഗ്ലാദേശിന് 19% അത് 0% മാറ്റി. അതിനർത്ഥം ലോകത്തെ 1-ാം നമ്പർ, ചൈനയും കടത്തി വെട്ടിക്കൊണ്ട് ലോകത്തെ 1-ാം നമ്പർ ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് ആൻഡ് എക്സ്പോർട്ടിങ് അത് ആയി മാറാൻ പോവുകയാണ് ബംഗ്ലാദേശ്. മാറാൻ സാധിക്കും. പക്ഷേ ദ റോ മെറ്റീരിയൽസ് ഹാവ് ടു കം ഫ്രം ദ നെയ്ബറിങ് ഇന്ത്യ. ഇപ്പോൾ അമേരിക്ക പറയുന്നു റോ മെറ്റീരിയൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരണം പരുത്തി. പക്ഷേ എത്ര ദൂരമാണ്, ലോജിസ്റ്റിക്കൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ നടന്നു വരണമെന്നില്ല. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കുന്നത് അത്ര സുഖകരമാകില്ല. അതുമാത്രമല്ല, ഈ കരാർ എന്ന് പറയുന്നത് വാട്ടർ എഗ്രിമെൻറ്റ്, ഇന്ത്യയുമായിട്ടുള്ള ഫറാക്ക എഗ്രിമെൻ്റ് ഒക്കെ മുൻകാലത്തെ പ്രമാദമായ വിഷയങ്ങളല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ഉദ്ഭവിച്ചല്ലെങ്കിൽ ഹിമാലയ സ്ഥാനങ്ങളിൽ ഉദ്ഭവിക്കുന്ന ബ്രഹ്മപുത്രയാകട്ടെ മറ്റ് നദികളാകട്ടെ ബംഗ്ലാദേശിലൂടെ ഒഴുകിയാണ് സമുദ്രത്തിലെത്തേണ്ടത്. ബംഗ്ലാദേശിൻ്റെ ജീവനാഡിയാണ് മറ്റ് രാജ്യങ്ങൾ ഉദ്ഭവിക്കുന്ന, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഉദ്ഭവിക്കുന്ന നദികൾ. അപ്പം നദീജലം കൺട്രോൾ ചെയ്യുന്ന അപ്പർ റൈപ്പേറിയങ് മേഖല എന്ന നിലയിൽ ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അവിടെ ഇന്ത്യയെ പിണക്കി കഴിഞ്ഞാൽ ജലം ഒരു ബോംബാണ്. ജലം ഏറ്റവും വലിയ, ലോകത്തെ ഏറ്റവും വലിയ ആയുധം കൂടിയാണ് ജലമെന്ന് ഓർക്കണം. ശരിയാണ്. അപ്പോൾ ചൈന ഇന്ത്യക്കെതിരെ ആ ജലബോംബ് എന്ന ആയുധം ഒരുപക്ഷെ ഉപയോഗിച്ചേക്കാം. ചൈനയുടെ അതിർത്തിയിൽ ബ്രഹ്മപുത്രയുടെ ആ ഭാഗത്ത് ടിബറ്റിൽ പണിയുന്ന അണക്കെട്ടുകൾ അതുപോലെ ഇന്ത്യക്കും സമാനമായ രീതിയിൽ ഉപയോഗിക്കാം. അതുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി പിണക്കാൻ ഒരു സപ്ലൈ എത്തണമെങ്കിൽ പോലും ഇന്ത്യയാൽ എൻസർക്കിൾ ചെയ്യപ്പെട്ട രാജ്യമാണ് ഏതാണ്ട് പൂർണ്ണമായി. അതുകൊണ്ട് തീർച്ചയായും ബംഗ്ലാദേശിനെ ഒരു സമചിത്തതയോടെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി അടുത്ത് വർക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിൽ ഇന്ത്യയും ബംഗ്ലാദേശും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്ന നിലയിലാണ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ എന്തായാലും താരിഖ് റഹ്മാൻ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്ന ഒരാളായിരിക്കും. പ്രത്യേകിച്ച് നിലവിലെ ലോക പൊളിറ്റിക്സ് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ടാകണം. ഈ കഴിഞ്ഞ 18 മാസവും എന്തൊക്കെയാണ് ബംഗ്ലാദേശിൽ നടന്നത് എന്നും അറിയാം. അക്രമം കൊണ്ടൊന്നും നേടാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തെ തിരഞ്ഞുപിടിച്ച് വകവരുത്തിയത് കൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. രാജ്യം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കണം. ഈ പട്ടാളവുമായി BNP എത്രത്തോളം അടുത്ത് ഇടപഴകി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്? കാരണം ഈ ഷെയ്ഖ് ഹസീന ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ പട്ടാള മേധാവി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് കടന്നു പോകാൻ അനുവദിച്ചു, അതിനുള്ള സാഹചര്യം ഒരുക്കി എന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പട്ടാളവുമായി ഇന്ത്യക്കും ബന്ധമുണ്ട്. ബംഗ്ലാദേശിൻ്റെ പട്ടാളവുമായി ഒരു അനൗപചാരികമായ ഒരു ഹോട്ട്ലൈൻ ഇന്ത്യക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാനാവില്ല. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പട്ടാളവുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? കാരണം ഒരു സൈനിക അട്ടിമറികൾ മുൻകാലത്ത് നടന്നിട്ടുള്ള രാജ്യവുമാണ്. ജനറൽ ഇർഷാദ് വന്നു, മാത്രമല്ല സിയാഉർ റഹ്മാൻ തന്നെ ആദ്യം വന്നത് അങ്ങനെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പട്ടാളത്തിൻ്റെ ഒരു റോൾ ഇപ്പോൾ നിലവിൽ പട്ടാളം വളരെ ശാന്തമായി കാര്യങ്ങൾ ചെയ്തു. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനൊന്നും പട്ടാളം നിന്നില്ല. പട്ടാളം അവിടെ ഒരു സംയമനം പാലിച്ചു. അപ്പോൾ ഇനിയും സംയമനം പാലിക്കുകയും ഇന്ത്യ വിരുദ്ധത ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി വന്നാൽ, ഇന്ത്യ ഒരു യുദ്ധസമാനമായ സാഹചര്യം വന്നാൽ ബംഗ്ലാദേശിൻ്റെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാനാവില്ല. അത്രയ്ക്ക് ദുർബലമാണ് ബംഗ്ലാദേശിൻ്റെ സൈനിക സന്നാഹങ്ങൾ. അതുകൊണ്ട് സൈന്യവും ഒരു പോരാട്ടം ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇത് രാഷ്ട്രീയമാണ്. വോട്ടിന് വേണ്ടി ഇന്ത്യ വിരുദ്ധത പറയുന്നത് എന്തുകൊണ്ടാണ്? വോട്ടിന് വേണ്ടിയുള്ള ഒരു പറച്ചിലാണിപ്പോൾ.
മുൻകാലങ്ങളിൽ അത് ആ പരിപ്പ് വേവില്ലായിരുന്നു. ഇപ്പോൾ അത് പല കാരണങ്ങളാൽ, പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ തന്നെ ചില ചെയ്തികൾ തീർച്ചയായും ഒരുപാട് പേരെ വെറുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചില ഫാമിലീസ് അല്ലെങ്കിൽ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ, അവരുടെ ഫാമിലീസിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നു, സർക്കാർ ജോലികൾ കിട്ടുന്നു, സംവരണം കിട്ടുന്നു, മറ്റുള്ളവർ രണ്ടാം തരം പൗരന്മാരായി മാറുന്നു എന്നൊരു വലിയ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. അത് ന്യായവുമാണ്. അപ്പം അതിന് ബംഗ്ലാദേശ് അവരെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിൽ അഭയം നേടി എന്നത് ഒരുപക്ഷെ പുനരാലോചനയിൽ അതിൻ്റെ വരും വരാഴികകൾ എത്രത്തോളം ഇന്ത്യ കരുതി എന്ന് അറിയില്ല. കാരണം ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതാണ് യഥാർത്ഥത്തിൽ ചൈനയെ പ്രകോപിപ്പിച്ചത്. 1959 ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയപ്പോൾ പല പുരികങ്ങളും ചൊളിയുന്നു. അതുവരെ നല്ല ബന്ധമുണ്ടായിരുന്ന ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ ഇതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ചൈന ഒരു ത്രെട്ടായി കാണുന്ന ഒരു സാംസ്കാരിക ത്രെട്ടാണ്, മറ്റൊരു പൊളിറ്റിക്കൽ ത്രെട്ടൊന്നുമല്ല, മിലിറ്ററി ത്രെട്ടല്ല. ടിബറ്റ് പാവപ്പെട്ട ആളുകൾ എങ്ങനെയാണ്, ലാഭമാരും അവരൊക്കെ അവർ ബുദ്ധ മതക്കാരാണ്. ആ ഒരു സംസ്കാരത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്ന ദലൈലാമ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം നേടി വരികയാണ്. അതെ, വെണ്ടിക്ക് വേണമെങ്കിൽ അഭയം കൊടുക്കാതിരിക്കാമായിരുന്നു, അങ്ങനെയെങ്കിൽ ചൈനയുമായി ഒരു നിരപ്പിൽ പോകാമായിരുന്നു. പക്ഷേ ഒരു നിർണായക തീരുമാനം എടുത്തു. ഇവിടെയും അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ബ്രിട്ടനിലേക്ക് പോകാം, ഫ്രാൻസിലേക്ക് പോകാം, ഷെയ്ഖ് ഹസീനയ്ക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ വാസ് വില്ലിംഗ് ടു പ്രൊവൈഡ് പൊളിറ്റിക്കൽ അസൈലം ടു ഷെയ്ഖ് ഹസീന. അതെങ്ങനെയാണ് അത് ബംഗ്ലാദേശിൻ്റെ ഒരു പുതിയ ഭരണകൂടത്തെ, അത് ആര് വന്നാലും ശരി, ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയാണ് വരുന്നതെങ്കിൽ വൻതോതിൽ വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുമായിരുന്നു. ഇപ്പോഴങ്ങനെ വരില്ല. കുറച്ച് ഇവരൊക്കെ എല്ലാം കണ്ടിട്ടുള്ള ആൾക്കാരല്ലേ. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP, അതിൻ്റെ നേതാക്കൾ ഭരണത്തിൽ ഇരുന്നിട്ടുള്ളതല്ലേ. പിന്നെ ബംഗ്ലാദേശ് ജനതയും വിചാരിച്ചിട്ടുണ്ടാകാം, എ നോൺ ഡെവിൾ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ എൻ അൺനോൺ ഏഞ്ചൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലൊക്കെ ഭരണം ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൗരസ്വാതന്ത്ര്യമൊക്കെ പിന്നീട് എന്തായിരിക്കും എന്നത് ബംഗ്ലാദേശ് ജനത കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കണ്ടിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് BNPയെ ഒരു സേഫർ ബെറ്റ് എന്ന നിലയിൽ ജനം അധികാരം ഏൽപ്പിച്ചിരിക്കുന്നു. അത് കുരങ്ങൻ്റെ കയ്യിലെ പൂമാലയായി മാറില്ല അധികാരം എന്ന പ്രതീക്ഷയിലാണ്. ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് അധികാരം വന്നിരുന്നത് എങ്കിൽ നാളെ മുതൽ പാകിസ്ഥാനുമായി ചേർന്ന് നിന്നുകൊണ്ട് അതിർത്തി തുറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. പക്ഷേ അതൊക്കെ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അതെ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞതുപോലെ, കാരണം ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഒട്ടേറെ കാര്യങ്ങൾ, അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബംഗ്ലാദേശിനെ വ്യാവസായികമായി ഉയർത്തുന്നതിലും അവരുടെ ബിസിനസ് ട്രേഡും ഒക്കെ തന്നെ ശക്തമാക്കുന്നതിലും വളരെ പങ്ക് വഹിച്ച ഒരാളാണ്. അവിടുത്തെ GDP ഒക്കെ ഉയർത്തുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ അവിടുത്തെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഇത്രയും ബൂം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് 10-15 വർഷത്തിനകത്താണ്. അപ്പോൾ അവിടെ വീണ്ടും അതൊരു റീബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരിഗണന. ഒപ്പം തന്നെ നാട്ടിൽ ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക. ഏത് ക്രമത്തിലായിരിക്കും ഇനിയിപ്പോൾ താരിഖ് റഹ്മാൻ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് അങ്ങ് കരുതുന്നത്? ബംഗ്ലാദേശ് ചൈനയുമായുള്ള ബന്ധം എങ്ങനെ കൊണ്ടുപോകും, അമേരിക്കയുമായുള്ള ബന്ധം എങ്ങനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകും, ഇത് വളരെ നിർണായകമായ ഒരു ചോദ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതെ, കാരണം ഈ അമേരിക്കയാണ് അവിടെ ഭരണത്തിൽ ഡിസ്റ്റർബൻസ് കൊണ്ടുവന്നത് എന്നുള്ളത്. അമേരിക്ക എൻജിനീയർഡ് റൂളർഷിപ്പ് ചേഞ്ച് എന്നത് പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം മുഹമ്മദ് യൂനുസ് തന്നെ അമേരിക്കയിൽ ആയിരുന്നു. മുഹമ്മദ് യൂനുസിനെ ബംഗ്ലാദേശിൽ എത്തിച്ചതിൻ്റെ പിന്നിലും അമേരിക്കയുടെ ചില കുശാഗ്ര ബുദ്ധിയുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മാത്രമല്ല ദക്ഷിണേഷ്യയിലെ 3 രാജ്യങ്ങൾ വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്, ഈ 3 അവിഭക്ത ഭാരതം വരുന്ന ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ വലിയ പുനരാലോചനയല്ല, റീഡിഫൈനിങ് ദർ നാഷണൽ സ്പിരിറ്റ് ആൻഡ് റീഡിഫൈനിങ് ദർ ഫോറിൻ പോളിസി ഓപ്ഷൻസ്, റീഡിസ്കവറിങ് എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് പാകിസ്ഥാൻ എക്കാലത്തും അമേരിക്ക അനുകൂല രാജ്യമായിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്ക ഇന്ത്യയുമായിട്ട് വളരെ അടുത്തപ്പോൾ പാകിസ്ഥാൻ വാസ് ഇൻ 2 മൈൻഡ്സ്. ചൈനയുമായി ഉള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അത് തിരിച്ചു പിടിക്കാൻ അമേരിക്ക, ഈ ട്രേഡ് വാറിനിടയിൽ അമേരിക്ക ഒരു വലിയ ശ്രമം നടത്തുന്നു. അസിം മുനീറിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചുകൊണ്ട് ഇനി പാകിസ്ഥാനിൽ ഒരു പോർട്ട് തന്നെ, പസ്നി എന്ന് പറയുന്ന ഒരു തുറമുഖം തന്നെ സാധ്യമാക്കും എന്ന രീതിയിൽ പ്രചരണമുണ്ടായി. ആ ഒരു രീതിയിൽ പാകിസ്ഥാൻ അമേരിക്കൻ ഓർബിറ്റിലേക്ക് വരുന്നു. ആ സാഹചര്യം ഇൻഡോ അമേരിക്കൻ കരാർ വന്നപ്പോൾ അത് വീണ്ടും മാറുന്നു. റഷ്യയുമായി പാകിസ്ഥാൻ ഏറെ അടുത്ത് പ്രവർത്തിക്കും എന്നൊരു പ്രതീതി വരുന്നു. പാകിസ്ഥാൻ നടന്ന സ്ഫോടനമൊക്കെ റഷ്യ സ്വാഗതം വീക്ഷിക്കുകയും സെക്യൂരിറ്റി കൺസേൺസിൽ റഷ്യക്കും പങ്കെടുക്കാം എന്ന ഒരു ചിന്തയിലേക്ക് വരികയും ചെയ്തു. അവിടെയാണ് പാകിസ്ഥാനിലൊരു മാറ്റം വരുന്നത്. ചിന്തയിൽ വരുന്ന മാറ്റമാണ്. ഇന്ത്യയിലും
ഒരു എക്കാലത്തും സോവിയറ്റ് യൂണിയനുമായി ചേർന്ന് നിന്ന റഷ്യയുമായി സൗഹൃദമുണ്ടായ രാജ്യം നാളെ മുതൽ എണ്ണ വാങ്ങാനാവില്ല, റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനാവില്ല എന്ന് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുമ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ ഇന്ത്യക്കും നിൽക്കേണ്ടി വരുന്നു ചിലപ്പോഴെങ്കിലും. അത് വലിയ അലോസരമാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ദേശീയ താല്പര്യമാണ് പലപ്പോഴും സംരക്ഷിക്കാൻ വേണ്ടി ചില മൗനം ചിലപ്പോൾ പാലിക്കേണ്ടി വരും. അത് മറ്റൊരു കാര്യം. അവിടെ ഇന്ത്യയും നിലപാടുകൾ മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സ്വാഭാവിക ബംഗ്ലാദേശും ചൈനയും തമ്മിൽ ഏറെ അടുപ്പമുണ്ട്. ചിറ്റഗോങ് തുറമുഖമൊക്കെ ഒരു വികസിപ്പിക്കാൻ ചൈനയുടെ സഹായമുണ്ട്. ഇനി അതെങ്ങനെ മുന്നോട്ട് പോകും? ഈ അമേരിക്ക ആവുമോ ബംഗ്ലാദേശിൻ്റെ പുതിയ ഭരണകൂടത്തെ യഥാർത്ഥത്തിൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്ത്, പ്രത്യേകിച്ചും ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഇളവുകളാണ്. ഒരു സമഗ്ര കരാർ, അത് വളരെ നിഗൂഢമായാണ് മുഹമ്മദ് യൂനുസ് വെളിയിൽ പോകുന്നതിന് തൊട്ട് മുൻപ് അവസാന നിമിഷങ്ങളിലാണ് ഈ കരാർ ഫൈനലൈസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. അത് കാര്യമായ മാധ്യമ ശ്രദ്ധ അന്ന് നേടിയില്ല. പക്ഷേ കരാർ ഫോർമലൈസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് വലിയ രീതിയിൽ അതിനകത്തെ പ്രൊവിഷൻസിനെ കുറിച്ച് ചർച്ചകളുണ്ടായത്. അത് ഇന്ത്യക്കും ലേശം അലോസരം ഉണ്ടാക്കുന്നതാണ്. വലിയ കോമ്പറ്റീഷനാണ് ബംഗ്ലാദേശിൽ നിന്നും വസ്ത്രവിപണിയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഇനി രണ്ട് വശത്തും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ ഞെരുക്കുക എന്നതാണോ? അതേസമയം ചൈന എന്താണ് ആത്യന്തികമായി പ്രതീക്ഷിക്കുക? അതും വലിയ ചോദ്യമാണ്. ചൈനയുടെ താല്പര്യ മേഖലകളാണ് ബംഗ്ലാദേശും പാകിസ്ഥാനും. അതേസമയം അമേരിക്ക അതിനെ സംശയത്തോടെ നോക്കുകയും ചെയ്യും. അതീവ കോംപ്ലിക്കേറ്റഡ് ആണ്. ഒഴിഞ്ഞു പറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷനാണ് സൗത്ത് ഏഷ്യയിൽ എമർജ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. അതായത് കരാറുകളും ഉപരോധങ്ങളും ജിയോ പൊളിറ്റിക്സിനെ വളരെ വലിയ രീതിയിൽ വഴിതിരിച്ചു വിട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, ഉപരോധങ്ങളുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഇറാൻ. അതുപോലെ നമുക്ക് ഇറാഖിനെ കാണാൻ സാധിക്കും. അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ വന്നതും വരാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ആ രാജ്യത്തെ തകർത്തെറിഞ്ഞതും എറിഞ്ഞതും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കയുടെ ഉപരോധങ്ങൾ ലോകത്തിൻ്റെ ഗതി മാറ്റിമറിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങളുടെ തന്നെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട്. ഇത് ഇനി അങ്ങനെ തുടരുമോ? അങ്ങനെയുള്ള സാധ്യത കാണുന്നുണ്ടോ അങ്ങ്? അമേരിക്കയ്ക്ക് രണ്ട് ആയുധങ്ങളാണ് പൊതുവെ അമേരിക്ക പ്രയോഗിക്കുന്നത്. ഒന്ന് എംബാർഗോ, അല്ലെങ്കിൽ ബ്ലോക്കേഡ്, അല്ലെങ്കിൽ ഉപരോധം, സാങ്ഷൻസ്. അത് കാലാകാലങ്ങളിൽ പല രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തേത് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക ആയുധം ടാരിഫ്. ലോകം ഗ്ലോബലൈസേഷനിലേക്ക് നീങ്ങുമ്പോൾ ഒരു ഡീഗ്ലോബലൈസിങ്, ആൻറ്റി ഗ്ലോബലൈസേഷൻ ഒരു പ്രോസസ്സ് എന്ന നിലയിലാണ് കടുത്ത നിയന്ത്രണങ്ങൾ. അതിലൂടെ സമ്മർദ്ദപ്പെടുത്തുക, ഇറക്കുമതി നിയന്ത്രിക്കുന്നതിലൂടെ മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദപ്പെടുത്തി അമേരിക്കയുടെ താൽപ്പര്യ സംരക്ഷണം. അതിനുള്ള പല തിയേറ്റേഴ്സാണ് നേരത്തെ സൂചിപ്പിച്ച ഇറാഖും അഫ്ഗാനിസ്ഥാനും ഇറാനും എല്ലാം തന്നെ. ഇനി ബംഗ്ലാദേശിൻ്റെ കാര്യം വരുമ്പോൾ ആ ഉപരോധം എന്ന് പറയുന്നത് അമേരിക്കൻ ഇപ്പോൾ ഒരു ഉപരോധത്തിൻ്റെയും പ്രസക്തിയില്ല. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു ജനകീയ സർക്കാർ അധികാരത്തിൽ വരുന്നു. ഏതെങ്കിലും രീതിയിൽ അരുതാത്ത ചെയ്താൽ ഇന്ത്യക്ക് മാത്രമാണ് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുക. ഇന്ത്യ ക്യാൻ ഡു എ ബ്ലോക്കേഡ്, ഇന്ത്യ ക്യാൻ ബ്ലോക്ക് ധാക്ക, ചിറ്റഗോങ് ഏരിയാസ്. അപ്പം ഇത് കടലിലൂടെ മാത്രമേ ബംഗ്ലാദേശിന് സഹായം എത്തൂ. കാരണം കരയിലൂടെ എൻസർക്കിൾഡ് ബൈ ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചിക്കൻ നെക്ക് വളരെ നിർണായകമാണ്. ബംഗ്ലാദേശിൻ്റെ വടക്ക് ഭാഗത്ത് സിലിഗുരി പാസ്, ഇന്ത്യയുടെ വെസ്റ്റ് ബംഗാളിൽ നിന്നും അസാം ഭാഗത്തേക്ക് സിക്കിമിന് തൊട്ട് താഴെ കൂടെ കടന്നു പോകുന്ന സിലിഗുരി പാസ് കേവലം 44 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഒരു പാസ്സാണ്. ആ പാസ് ആര് നിയന്ത്രിക്കും? അതിൻ്റെ മേൽ ബാഹ്യ നിയന്ത്രണങ്ങളോ സമ്മർദ്ദങ്ങളോ ചോക്ക് പോയിൻറ്റുകളോ അല്ലെങ്കിൽ കട്ട് ഓഫ് പോയിൻറ്റുകളോ ഉണ്ടാവില്ല. അത്രയ്ക്ക് സുരക്ഷിതമാണ് സാഹചര്യം. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അത് വളരെ നിർണായകമാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തേക്കുള്ള ഇന്ത്യയുടെ സപ്ലൈ അവിടെ കട്ട് ചെയ്യപ്പെടും. ഇവിടെ ബംഗ്ലാദേശ് എന്ന നിർണായക ഒരു സാന്നിധ്യമാണ്. ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ഓപ്ഷൻസ് ഉണ്ട്. ചിക്കൻ നെക്കിൻ്റെ വലിപ്പം കൂട്ടുക, വീതി കൂട്ടുക. അത് ബംഗ്ലാദേശിൻ്റെ കുറച്ച് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടാൻ അവസരം ലഭിച്ചിട്ടും 71 യുദ്ധത്തിൽ അവസരമുണ്ടായിരുന്നു, വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അങ്ങനെ അതിന് ഭാരതം മുതിർന്നില്ല. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് വളരെ പ്രധാനമാണ്. നേരത്തെ സൂചിപ്പിച്ച ജലവുമായി ബന്ധപ്പെട്ട ജലവിതരണം, ഷെയറിംഗ് ഓഫ് റിവർ വാട്ടേഴ്സ്, അതും വളരെ നിർണായക കാര്യമാണ്. കാരണം അഡ്വാൻറ്റേജ് ഈസ് ഓൾവേസ് വിത്ത് ഇന്ത്യ. അതുകൊണ്ട് ബംഗ്ലാദേശിന് ഇന്ത്യ പൂർണ്ണമായി പിണക്കിക്കൊണ്ട്, ഏത് ഭരണകൂടം വന്നാലും പൂർണ്ണമായി പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആവാത്ത അവസ്ഥയാണ്. ഓക്കെ. അപ്പോൾ ഏതായാലും അമേരിക്കയ്ക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഇനിയിപ്പോൾ ഈ താരിഫ് യുദ്ധം മാത്രമാണ് നിലവിൽ ചെയ്യാൻ സാധിക്കുക. അൺലെസ് അതർവൈസ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം പോലുള്ള സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ടാരിഫ് യുദ്ധം എന്ന് പറഞ്ഞാൽ ടാരിഫ് മറ്റൊരു രാജ്യത്തിന് കൂടുതൽ ടാരിഫ് ഇളവുകൾ കൊടുക്കുന്നത് വഴി ഒരു ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്താനും സാധിക്കും. അങ്ങനെയും ഉണ്ടൊരു ഡയമെൻഷൻ. അതെ. ഇപ്പോൾ ആധുനിക ലോകത്ത് ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള
ആയുധങ്ങൾ കൊണ്ടും, അതായത് താരിഫ് ആയുധം കൊണ്ടും യുദ്ധം ചെയ്യാൻ സാധിക്കും. ഏതായാലും ബംഗ്ലാദേശിൽ വന്നിട്ടുള്ള ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിലേക്ക് വരിക വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരിഖ് റഹ്മാൻ അതിന് നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഇന്ത്യ വിരുദ്ധമായിരിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധമായ നിലപാടിലൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ രാജ്യത്തിന് മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്, അത് മറ്റൊരു കാര്യം. ഇതിനൊക്കെ പുറമെ നമ്മൾ നോക്കുമ്പോൾ അമേരിക്കയുടെ ആ ഒരു താരിഫ് ഫ്രീ ആയിട്ടുള്ള കയറ്റുമതി അവസരവും കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് അവർക്ക് 0 താരിഫിൽ അവരുടെ കോട്ടൺ ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ സാധിക്കും. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും അങ്ങനെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഇടപാടുകളുമായി അടുത്ത് കിടക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് കൂടിയാണ് ഇത്. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയോടൊപ്പം നിന്നാൽ നമ്മൾ എപ്പോഴും സഹായഹസ്തം മുന്നോട്ട് വയ്ക്കും. ഇന്ത്യ വിരുദ്ധമാകാതിരിക്കട്ടെ ബംഗ്ലാദേശിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നതുമാകട്ടെ താരിഖ് റഹ്മാൻ്റെ ഭരണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളത് മാത്രമാണ് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുക. ഒപ്പം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള റിലേഷൻസ് കൂടുതൽ മെച്ചപ്പെട്ട് പഴയ സ്ഥിതിയിലേക്ക് വരാനും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെയധികം നന്ദി സർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.